ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയനെ കോടതിയിൽ കോൺഗ്രസ് മോശമായി ചിത്രീകരിച്ചുവെന്ന് CPM. സാമ്പത്തിക ഇടപാടിൽ NM വിജയന് മാത്രമാണ് ഉത്തരവാദിത്വമെന്നാണ് കോൺഗ്രസ് കോടതിയിൽ വാദിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി MK റഫീഖ് ആരോപിച്ചു. എന്നാൽ ആരോപണം കോൺഗ്രസ് നേതൃത്വം തള്ളി. DCC ട്രഷറർ NM വിജയൻ, മകൻ വിജേഷ് എന്നിവർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായ IC ബാലകൃഷ്ണൻ MLA, DCC അധ്യക്ഷൻ ND അപ്പച്ചൻ എന്നിവർക്ക് ഇന്നലെയാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് പുതിയ ആരോപണവുമായി CPIM രംഗത്ത് വന്നത്. കോൺഗ്രസ് കോടതിയിൽ NM വിജയനെ മോശമാക്കി ചിത്രീകരിച്ചു. അഴിമതിക്ക് ഉത്തരവാദി NM വിജയൻ മാത്രമാണ് എന്നാണ് വാദിച്ചത് എന്ന CPIM വയനാട് ജില്ലാ സെക്രട്ടറി MK റഫീഖ് ആരോപിച്ചു. കോടതിയിൽ NM വിജയേട്ടനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലാണ് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വാദമുഖങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചത്. ഈ അഴിമതിയുടെയും ഈ പണമിടപാടിൻ്റെയും എല്ലാം ഉത്തരവാദി ശ്രീമാൻ NM വിജയൻ മാത്രമാണ് എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദമാണ് അവർ നടത്തിയത്. കോടതിയിൽ അവർ നടത്തിയ ആ വാദം കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആരോപണം കോൺഗ്രസ് തള്ളി. അങ്ങനെ കോടതിയിൽ വാദിച്ചിട്ടില്ല എന്നാണ് കേസിലെ രണ്ടാം പ്രതി കൂടിയായ DCC അധ്യക്ഷൻ ND അപ്പച്ചന്റെ വിശദീകരണം. അയാൾ എഴുതി വെച്ച കത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളല്ലേ ഇപ്പോൾ നമ്മൾ കോടതി കണ്ടത്. അതിൽ നമ്മൾ കുറ്റക്കാരനല്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചു വന്നിരിക്കുന്നത്. ഇനി അതിനോട് ഫർദറായിട്ടുള്ള അന്വേഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നടക്കട്ടെ. അതിനൊന്നും എതിർക്കുന്നില്ല. അക്കാര്യത്തിൽ 100% ഇക്കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ നമ്മളെന്നും നീതിപൂർവമായി അവരോടൊപ്പം സഹകരിക്കാനും ഇത്തരം കാര്യങ്ങൾ സത്യാവസ്ഥ പുറത്തു വന്നോട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ND അപ്പച്ചൻ നാളെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. നിയമസഭാ സമ്മേളനം കഴിഞ്ഞായിരിക്കും IC ബാലകൃഷ്ണൻ ഹാജരാവുക. കേസ് അന്വേഷണം ഇന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും. പോലീസും വിജിലൻസുമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. സമീർ ബിൻ കരീം, 24 വയനാട്.